ഹലോ ഗൈസ്, വെറുതെ ചെറിയ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കിന് കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ അടുത്ത വണ്ടിക്ക് അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു. എങ്ങോട്ടാന്നല്ലേ, വരും, യാത്രാവിശേഷങ്ങൾ പോകുന്ന വഴി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇരിക്കുന്ന കാലിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ബാഗും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ 2-3 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ടിടണമല്ലോ. അത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞ 2-3 ദിവസത്തെ ട്രിപ്പേ ഉള്ളൂ. സോ പോയിട്ട് വരാം. അപ്പോൾ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ ഗൈസ്? അപ്പോൾ വായോ, നമുക്ക് പോവാം, റെഡിയാവാം. അപ്പം ഇതാണ് ഔട്ട്ഫിറ്റ്. എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ടീഷർട്ടും പിന്നെ ദുബായിൽ നിന്ന് വാങ്ങിച്ച ഒരു പാൻറ്റാണ് ഗൈസ്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടൊരു പാൻറ്റാണ്. എൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് ഇതല്ല, കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ സൈഡിൽ 2 പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഐ എം ഗോയിങ് ടു പെയർ ദിസ് ഷൂസ് വിത്ത് ദിസ് ബിക്കോസ് അതിൽ ആ വയലറ്റും വൈറ്റും കോമ്പിനേഷൻ ഈ ഒരു ടീഷർട്ടിൻ്റെ കൂടെ നല്ലതായിരിക്കും. സോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്കും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നു. പിരികം നോക്കി ഒരുമാതിരിയല്ലേ പട്ടാള പുരുഷനെ പോലെ ഇരിക്കുന്നു. വരച്ച് വന്നപ്പോൾ ഇച്ചിരി കട്ടുപിടിപ്പോയി. ഒന്ന് ലൈറ്റ് ആക്കണം. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. ഗെറ്റ് വിത്ത് മീ. ബൈ, നമുക്ക് ട്രാവൽ ചെയ്യാം, പോവാം ഗൈസ്. ഇച്ചിരി ചെറിയൊരു ലോങ് യാത്രയാണ്, അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട്. ക്യാഷ് എടുത്തു, ഹെഡ്സെറ്റ് എടുത്തു, ഫോൺ എടുത്തു, ചാർജർ, പിന്നെ പവർ ബാങ്ക് കാര്യങ്ങളെല്ലാം എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട്. ഷൂ പെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സോ വരും, നമുക്ക് യാത്ര തുടങ്ങാം. ഇവിടെ വണ്ടിയും വെള്ള സൗകര്യമൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ നടന്നു വേണം ബസ് സ്റ്റോപ്പ് വരെ പോകാൻ വേണ്ടിയിട്ട്. സോ ഇറങ്ങി നടക്കുകയാണ്. ഇപ്പം സമയം 12:45 സോ പോവുകയാണ് ഗൈസ്. വയ്യ, ഈ ചൂടത്ത് നടക്കാനും വയ്യ, വിയർപ്പ്. പിന്നെ ഇന്ന് ഇച്ചിരി എന്താ പറയുക, വെയിൽ താന്ന് നിൽക്കുക. ചെറിയൊരു മഴക്കോളുണ്ട്. അവിടെ ഇവിടെയൊക്കെ 1-2 കാർമേഘങ്ങളൊക്കെ മൂടിക്കിടപ്പുണ്ട്. മഴ പെയ്താലും നൈറ്റെങ്കിലും പെയ്താൽ മതിയായിരുന്നു. ഇതിവിടുത്തെ ഹോസ്പിറ്റലാണ്, അറ്റൂൺമെൻറ്റ് ഹോസ്പിറ്റൽ. ഇതിൻ്റെ ഇവിടെ ഫ്രണ്ടിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഷൂല് മൊത്തം കീലാവും. കുണ്ടും കുഴിയൊക്കെ ആയിട്ട് നേരെ ചൊവ്വെ നടന്നു പോലും പോകാൻ പറ്റാത്ത റോഡായിരുന്നു കഴിച്ചത്. ഇപ്പം ടാർ ചെയ്ത് ഇത്രയും വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇത് എത്ര ദിവസത്തേക്കിന് ഇങ്ങനെ കിടക്കുമെന്നൊന്നും ചോദിച്ചാൽ അറിയത്തില്ല. കാരണം നമ്മുടെ കേരള സർക്കാരിൻ്റെ ആണല്ലോ ഇതൊക്കെ പദ്ധതികളൊക്കെ. വല്ല ഇലക്ഷനോ പരിപാടിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് മറ്റേ കാട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും. ഒരു മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഒഴിച്ചു പോവുകയും ചെയ്യും. അടുത്തിനിയിപ്പോൾ മഴ സീസണൊക്കെ വരുവാണ്. അതുവരെയൊക്കെ ഇത് കുറച്ച് നിൽക്കുമോ ആവോ, കണ്ടറിയാം. ഇതൊരു പട്ടി ഓടുന്നുണ്ടോ. ചൂടാണെന്നറിയോ, ഉയർത്തേക്ക് നാശമായി. കുണ്ടലിറങ്ങി ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയാണ്. കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി പ്രൈവറ്റ് ബസ്സല്ല, KSRTC ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല. വെയിറ്റ് ചെയ്യുന്നത് അൺസഹിക്കബിൾ ചൂട് കഴിച്ചു. എന്തിനാണ് കുളിച്ചിട്ട് വന്നതെന്ന് അറിയത്തില്ല. വീണ്ടും കുളിച്ചു. കൊട്ടാരക്കരയ്ക്ക് വണ്ടിക്ക് കയറ്റുകയാണ്. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്കൊരു ലോങ് ട്രിപ്പ് പറഞ്ഞിങ്ങനെ ബസ്സിൽ പോകുന്നത്. ആനവണ്ടി ഇഷ്ടം. കാരണം എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. പിന്നെ ഈ പറഞ്ഞ KSRTC ട്രെയിൻ അങ്ങനെ മുതലായ എന്തെങ്കിലും ആശ്രയിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രണ്ട്സിൻ്റെ കൈകാലം പിടിക്കണം. കണ്ണെഴുതാതൊന്നും ഒരുമാതിരി ചത്ത കണ്ണുപോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുണ്ടറാക്കി കൊട്ടാരക്കര ടിക്കറ്റ് എടുത്തിട്ട് എൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഗൈസ്. വിൻഡോ സീറ്റിൽ തന്നെ ഇരിക്കാൻ ഇടം കിട്ടിയത് കൊണ്ട് വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകണം. അധികം വെയിലില്ലാത്തത് കൊണ്ട് തന്നെ അന്തരീക്ഷം വളരെ എന്താണ് പറയുക, മിതശീതോഷ്ണമായി കിടക്കുകയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കൊള്ളാം. അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഗൈസ് ഞാനിവിടെ മൂവാറ്റുപുഴ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് എനിക്ക് തൊടുപുഴ പോകണം. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇനി വെയിറ്റ് ചെയ്യാം. അവിടെ നടന്നു പോകുന്നു. ഇത്രയും നേരമായിട്ടൊന്നും കഴിക്കാതിരുന്നിട്ട് വിശന്ന് വലിഞ്ഞ് പണ്ടാറടങ്ങിയത് ഇവിടെ മൂവാറ്റുപുഴയിലൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ചായയും സമൂസയും കഴിക്കുന്നുണ്ട്. ചിക്കൻ സമൂസ എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ട് തന്നതാണ്. ഇതിനകത്ത് ചിക്കനാണോ ഉള്ളിയാണോ എന്ന് തുറന്നു നോക്കുമ്പോൾ അറിയാം. ഇത് തൊടുപുഴയ്ക്ക് പോകാനുള്ള ബസ് തിരക്കി ഇങ്ങനെ നടക്കുവാണ്. ഞങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട്. അപ്പോൾ പോയപ്പോഴത്തേക്കിനും കണ്ട ഒരു രസകരമായ എന്നൊന്നും പറയുന്നില്ല, മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം. കൊള്ളാല്ലേ? കുളിച്ചൊന്നുമില്ല ഗൈസ്, പക്ഷെ വെള്ളം ഒഴുകി പോകുന്നതും ഒരു വ്യൂ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? നോക്കിക്കേ. ഇങ്ങോട്ടൊക്കെ വന്നാലുള്ള പ്രത്യേകത അതാണ് കേട്ടോ. ഇഷ്ടം പോലെ ഇങ്ങനത്തെ കുറേ കാണാൻ പറ്റും. വെള്ളവും കുന്നുകളും മലകളും മലയിടുക്കുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ തൊടുപുഴയിലെത്തി. അടുത്ത നേരെ വാഗമണിലോട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ഈ അടുത്തിരിക്കുന്ന അന്തനാണ് വണ്ടി ഓടിക്കുന്നത്. രണ്ട് മണ്ട പോയ രണ്ട് സാധനങ്ങൾ ബാക്കിലുണ്ട്. അതെ അതെ, അതാണ് മുതലാളി. ഇത് വികലാംഗൻ, ഇത് കണ്ണുകൂട്ടൻ. തൊഴിലാളി. ഞാൻ പിന്നെ ഇതിലൊന്നിനും പെടത്തില്ല. അപ്പൊ ഞങ്ങളുടെ യാത്രാ വാഗമണിലേക്കാണ് ഗൈസ്. വരും, നമുക്ക് പോകാം. മുകളിലോട്ട് പോയ ഫുഡ് കിട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഏതോ ഒരു കടയിൽ കയറി. എന്ത് കടയിൽ വരുന്ന ഫുഡ് ലാൻഡിങ് കയറി. ഇനി എന്ത് ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോലെ. ഞങ്ങളിവിടെ അൽഫാം ലവേഴ്സാണ്. അപ്പോൾ പെരി നോർമൽ, അവിടെ ഏരിയ അധികം പോകാത്തുണ്ട്. അവിടെയും നോർമൽ, ഇവിടെയും പെരി. എല്ലാണോ തിന്നു തുടങ്ങി, ഞാനും തിന്നട്ടെ. ഗൈസ് ഫൈനലി വാഗമൺ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നു. അത്യാവശ്യം നല്ല രീതിക്ക് വിയർപ്പ് നാശമായിട്ട് വന്നതുകൊണ്ട് തന്നെ വന്നൊരു കുളി പാസ്സാക്കി ഡ്രസ് ചേഞ്ചൊക്കെ കഴിഞ്ഞു. നമുക്ക് റൂമാണ്. ഇതാണിപ്പോൾ എൻ്റെ റൂം. എൻ്റെ ബാഗ് ഇവിടെ, കർട്ടൻ, ഇവിടെ ബോസ് റൂം. കുഴപ്പമില്ല. ഷവറൊക്കെ ഉണ്ട്. ഹോട്ട് വാട്ടറിൻ്റെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വെള്ളവും തന്നെയൊന്നുമില്ല. പിന്നെ ഇവിടെ വലിയ ജനലാ. ഇനി എക്സ്ട്രാ എന്താ ബെഡും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് എടുക്കാം, അങ്ങനെ ആയിരിക്കാം. ഫാമിലി പാക്കേജിട്ടൊക്കെ എടുക്കാം. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് നല്ല ഹാങ്ങേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഈ റൂമിനകത്ത്. ഇത് തന്നെ ഒരു വലിയ റൂം. അതുപോലെ ഇത് തൊട്ടപ്പുറത്ത് വേറൊരു റൂം കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബെഡ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ വേണ്ട ഒരു വാഷ് ബേസാണ് ഇത്. കിച്ചൺ കിച്ചൺ. പിന്നെ വേണ്ട ഇവിടെ ഒരു ബേൽക്കണിയൊക്കെ ഉണ്ട്. ലൈറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്.
അങ്ങ് ദൂരെ കാണുന്ന വെട്ടങ്ങളൊക്കെ തന്നെ ഓരോ സ്റ്റേകളാണ്. ഇവിടെ വരെ എത്തിപ്പെടാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങാണ്ട് ബുക്ക് ചെയ്തതാ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.